വെൽക്കം ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് 2026 പ്രധാന കറണ്ട് അഫയർ ചോദ്യങ്ങളിലേക്ക് കടക്കാം. മഹാരാഷ്ട്രയുടെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രി സുനേത്ര പവാർ. കേരള ഗവൺമെന്റിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം ഏത്? കേരള സഫാരി. 2026 മണിപ്പൂരിലെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിക്കപ്പെട്ടത് ആര്? യുനാം ഗേം ചന്ദർ സിംഗ്. യുഗീൻ ഭാരത് പുരാവസ്തു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹി. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്? എലേന റിബാക്കിന. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വിജയി കാർലോസ് അൽക്കാരസ്. കുടുംബശ്രീ മിഷന്റെ ടേക്ക് എവേ കൗണ്ടറുകൾ അറിയപ്പെടുന്ന പേര് എന്ത്? മീറ്റ് പോയിന്റ്. കുടുംബശ്രീ മിഷന്റെ ടേക്ക് എവേ കൗണ്ടറുകൾ അറിയപ്പെടുന്ന പേര് മീറ്റ് പോയിന്റ്. കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം എന്താണ്? മോട്ടു എന്ന ആനക്കുട്ടിയാണ്. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം മോട്ടു എന്ന ആനക്കുട്ടി. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദി കൊച്ചിയാണ്. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് ആണ്. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. 2026 ലോക തണ്ണീർ ദിനത്തിന്റെ പ്രമേയം എന്ത്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളേജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. കാലാവസ്ഥാ പ്രതിരോധ കൃഷിക്കായി കേരളത്തിൽ ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കേര. 2026 പ്രസവ അവധി മൗലിക അവകാശമായി വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. ലോക കേരള സഭ 5ാമത് പതിപ്പ് തുടങ്ങിയ ജില്ല ഏത്? തിരുവനന്തപുരം. ലോക കേരള സഭ 5ാമത് പതിപ്പ് തുടങ്ങിയ ജില്ല തിരുവനന്തപുരം. 2026 മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരമായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയ വ്യക്തി? മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. ലോക കേരള സഭ 5ാമത് പതിപ്പ് തുടങ്ങിയ ജില്ല തിരുവനന്തപുരം. 2026 മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരമായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയ വ്യക്തി? മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. 2026 കാർഷിക വർഷമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. 2026 ബജറ്റിൽ നാരീശക്തിയെ പ്രതിനിധീകരിച്ച് നിർമ്മല സീതാരാമൻ ധരിച്ച കാഞ്ചീപുരം സാരിക്ക് പ്രസിദ്ധമായ സംസ്ഥാനം ഏത്? തമിഴ്നാട്. കാഞ്ചീപുരം സാരിക്ക് പ്രസിദ്ധമായ സ്ഥലം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് വരുന്നത് എവിടെ? ഗുജറാത്തിലാണ്. ഗുജറാത്ത് ഇന്ത്യയിൽ ആദ്യമായി സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് വരുന്നു. ആദംപൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ആദംപൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആദംപൂർ എയർപോർട്ടിന്റെ പുതിയ പേര് എന്താണ്? ആദംപൂർ എയർപോർട്ടിന്റെ പുതിയ പേര് എന്താണ്? ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട്. എവിടെ സ്ഥിതി ചെയ്യുന്നു? പഞ്ചാബിലാണ് ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഐ ലീഗ് ഫുട്ബോളിന്റെ പുതിയ പേര് എന്താണ്? ഇന്ത്യൻ ഫുട്ബോൾ ലീഗ്. ഐ ലീഗ് ഫുട്ബോളിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ്. 2026 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നിന്ന് 18% ആയി ചുങ്കം കുറച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയാണ് 25% നിന്ന് 18% ചുങ്കം കുറച്ചത് അമേരിക്കയാണ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് ആര്? ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി രചിച്ചിരിക്കുന്നത്. PSLV ദൗത്യങ്ങളുടെ പരാജയം അന്വേഷിക്കാനായി VSSൽ സന്ദർശനം നടത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ ആണ്. അജിത് ഡോവൽ ആണ്. PSLV ദൗത്യങ്ങളുടെ പരാജയം അന്വേഷിക്കാനായി VSSൽ സന്ദർശനം നടത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. 2026 അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി LNG ഡീസൽ ഇരട്ട ഇന്ധന ട്രെയിൻ ആരംഭിച്ചത് എവിടെ? അഹമ്മദാബാദ്. ഇന്ത്യയിൽ ആദ്യമായി LNG ഡീസൽ ഇരട്ട ഇന്ധന ട്രെയിൻ ആരംഭിച്ചത് അഹമ്മദാബാദിലാണ്.
2026 AI ഇമ്പാക്റ്റ് സമ്മിറ്റ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2026 യൂണിയൻ ബജറ്റ് ഏത് തീയതിയാണ് അവതരിപ്പിച്ചത്? 2026 ഫെബ്രുവരി 1-നാണ് അവതരിപ്പിച്ചത്. 2026 ഇന്ത്യ മാലിദ്വീപ് കരാർ ഏതു മേഖലയുമായി ബന്ധപ്പെടുന്നു? സമുദ്ര സുരക്ഷാ സഹകരണം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ഏതാണ്? കണ്ണൂരാണ്. 2ാം സ്ഥാനം തൃശ്ശൂർ. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.